ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് എന്ത്? കടുപ്പിച്ചും മയപ്പെടുത്തിയുമുള്ള ട്രംപിന്റെ പരാമർശങ്ങളും സംഘർഷത്തിനൊപ്പം ചർച്ചയാവുകയാണ്. ഇസ്രയേൽ ഇറാനെ ആക്രമിക്കരുത്, ആക്രമിച്ചാൽ ആണവ ചർച്ചകളെ അത് പരാജയപ്പെടുത്തും. ജൂൺ 12-ന്, അതായത് ഇസ്രയേൽ ഇറാനിൽ ആക്രമണം നടത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ട്രംപ് പറഞ്ഞതായിരുന്നു ഇങ്ങനെ. എന്നാൽ ഇസ്രയേൽ ആക്രമിച്ചത് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ. ആക്രമണം അറിവോടെയല്ലെന്നായിരുന്നു അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ പ്രതികരണം. അപ്പോൾ ട്രംപിനെ അവഗണിച്ചായിരുന്നോ ഇസ്രായേൽ നടപടി? ചോദ്യങ്ങൾ ഉയർന്നതിന് പിന്നാലെ ട്രംപിന്റെ പ്രതികരണം ഇങ്ങനെ: ഇസ്രായേൽ ആക്രമണം വിജയകരം. മണിക്കൂറുകൾ കൊണ്ട് ട്രംപിന്റെ നിലപാട് മാറ്റം. തൊട്ടടുത്ത മണിക്കൂറുകളിൽ ഇസ്രായേലിനെതിരെയുള്ള ആക്രമണങ്ങൾ തടുക്കാൻ മേഖലയിൽ അമേരിക്കൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമാക്കി. പിന്നാലെ ഇറാന് ട്രംപിന്റെ ഭീഷണി. അമേരിക്കയെ തൊട്ടാൽ മുമ്പ് കാണാത്ത വിധം ഇറാനെ നിലംപരിശാക്കുമെന്ന് നിലപാട് കടുപ്പിച്ചു. ടെൽ-അവീവിലേക്കും ഹൈഫയിലേക്കും ഇറാൻ ആക്രമണം ശക്തമാക്കിയപ്പോൾ ട്രംപ് നിലപാടിൽ അല്പം മയം വരുത്തി. ഇരു രാജ്യങ്ങളും ധാരണയിലെത്തണമെന്ന് ആഹ്വാനം. ഇങ്ങനെ ട്രംപ് പറഞ്ഞതിന് പിന്നാലെയാണ് ഇറാൻ പരമോന്നത നേതാവിനെ വധിച്ചാൽ യുദ്ധം അവസാനിക്കുമെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രകോപന പരാമർശം. എല്ലാ കാര്യങ്ങളും ട്രംപുമായി ആലോചിച്ചാണ് തീരുമാനിക്കുന്നതെന്നും ഇതേ അഭിമുഖത്തിൽ നെതന്യാഹു പറയുന്നുമുണ്ട്. എന്നിട്ടും അടിക്കടി നിലപാട് മാറ്റുന്ന പരാമർശങ്ങൾ എന്തുകൊണ്ട് ട്രംപിൽ നിന്നുണ്ടാകുന്നുവെന്നാണ് ഉയരുന്ന ചോദ്യം. ഇന്റർനാഷണൽ ഡെസ്ക് 24.